കൊടുങ്ങല്ലൂർ ഈ നിയോജക മണ്ഡലത്തെക്കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ സംസാരിക്കാം. അല്ല, ഇത് വലിയ നേതാക്കന്മാരെക്കുറിച്ചോ അവരുടെ വാഗ്ദാനങ്ങളെക്കുറിച്ചോ ഉള്ളൊരു ചർച്ചയല്ല. ഇത് നമ്മളെക്കുറിച്ചാണ്, സാധാരണക്കാരെക്കുറിച്ചാണ്. ഭരണം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ശരിക്കും ഒരു ഇലക്ഷൻ ജയിക്കുന്നതെങ്ങനെയാണ്? വാ, നമുക്ക് ഒരുമിച്ച് നോക്കാം. കാരണം കൊടുങ്ങല്ലൂരിന്റെ ഈ കഥ ഒരുപക്ഷെ കേരളത്തിന്റെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ഒരു സൂചന തന്നേക്കാം. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് അത് വലിയ റാലികൾ കൊണ്ടോ കോടികളുടെ പ്രഖ്യാപനങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, അല്ലേ? ശരിക്കുള്ള ജനവിധി എവിടെയാണെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. വീടിനു മുന്നിലെ ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ, ടാപ്പിൽ വെള്ളം വരാത്ത ആ നിമിഷത്തിൽ, ഒരു സർക്കാർ ഓഫീസിൽ നമുക്ക് കിട്ടുന്ന മോശം അനുഭവത്തിൽ. അവിടെയാണ് ഒരു സർക്കാരിന്റെ യഥാർത്ഥ മാർക്ക് വീഴുന്നത്. അവിടെ, ആ അവസാനത്തെ കണികയിൽ, അവിടെയാണ് നേതാക്കളുടെ തലവരെയും ജനങ്ങളുടെ വിധിയും ഒന്നിക്കുന്നത്. ഓക്കേ, അപ്പൊ നമുക്ക് കൊടുങ്ങല്ലൂരിലേക്ക് നേരിട്ട് പോവാം. തൃശൂർ ജില്ലയുടെ ഹൃദയഭാഗത്താണീ സ്ഥലം. ചരിത്രം ഉറങ്ങുന്ന മണ്ണ്. പക്ഷേ അതിലുപരി ഇന്നത്തെ കേരളത്തിന്റെ ഒന്ന് മിനിയേച്ചർ പതിപ്പ് എന്നു തന്നെ പറയാം. എങ്ങനെന്നല്ലേ? ഒരു വശത്ത് നോക്കിയാൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പോലെ തിരക്കുള്ള നഗരം, മറുവശത്തോ കൃഷിയും മീൻപിടുത്തവും ഒക്കെയായി ജീവിക്കുന്ന പച്ചയായ ഗ്രാമങ്ങൾ. പിന്നെ ഗൾഫ് പണം, അതിവിടുത്തെ ഓരോ സ്പന്ദനത്തിലുണ്ട്. അപ്പൊ ഇത്രയധികം വൈവിധ്യമുള്ള മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ രാഷ്ട്രീയം കുറച്ച് സങ്കീർണമാവും, അല്ലേ? ശരി, അപ്പൊ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം കൊടുങ്ങല്ലൂരിലെ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണം. അവരുടെ പ്രശ്നങ്ങൾ, പിന്നെ ഇലക്ഷൻ കണക്കുകൾ, അടുത്തത് സമൂഹത്തിൽ കാണുന്ന ചില അടിയൊഴുക്കുകൾ. അതിൽ നിന്ന് ഒരു ജനവിധി നേടാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് നമ്മളുണ്ടാക്കും. അവസാനം ഭരണമെന്നാൽ സേവനമെന്ന ആശയത്തിലേക്ക് നമ്മൾ വരും. സിമ്പിൾ. ഓക്കെ, നമുക്ക് തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങണം? ജനങ്ങളിൽ നിന്ന് തന്നെ, അവരുടെ ശബ്ദത്തിൽ നിന്ന്. കാരണം ഒരു ജനാധിപത്യത്തിൽ ഇതിലും വലുതായി ഒന്നുമില്ല. ജനങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാതെ എന്ത് രാഷ്ട്രീയം, അല്ലേ? ശരിക്കുള്ള രാഷ്ട്രീയം തുടങ്ങുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ്, നമ്മുടെ പറമ്പിൽ നിന്നാണ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ്. ഇതൊന്നു നോക്കൂ. ഇതൊരു ലിസ്റ്റ് മാത്രല്ല, ഇതാണ് ഇവിടുത്തെ ജീവിതം. കൊടുങ്ങല്ലൂർ ടൗണിൽ ചെന്നാല് ആളുകൾ ആദ്യം പറയുന്നത് വെള്ളമില്ല, റോഡ് പൊളിഞ്ഞു കിടക്കുന്നു എന്നാണ്. ഇനി പൊയ്യയിലേക്ക് പോയാലോ? പിള്ളേർക്ക് പഠിക്കാൻ ഒരു കോളേജ് പോലുമില്ല, ഒരു ചെറിയ പനി വന്നാൽ പോകാൻ ഒരു ഹെൽത്ത് സെന്ററില്ല. അന്നമണടയിലും ഇതേ കഥ തന്നെ, വെള്ളമില്ല, റോഡില്ല. കൊരൂരിലെ കർഷകരുടെ കാര്യം അതിലും കഷ്ടമാണ്. കനാൽ വൃത്തിയാക്കാത്തതുകൊണ്ട് എല്ലാ കൊല്ലവും കൃഷി വെള്ളത്തിനടിയിൽ, അവരുടെ അധ്വാനം മുഴുവൻ വെള്ളത്തിൽ. മാളയില് കുട്ടികൾക്ക് +1 സീറ്റ് കിട്ടാൻ എന്ത് പാടാണെന്നറിയോ? ഇതൊന്നും ഓരോരോ സ്ഥലത്ത് പ്രശ്നങ്ങളല്ല, ഇതൊരു സിസ്റ്റത്തിന്റെ പരാജയമാണ് കാണിക്കുന്നത്, വ്യക്തമായ പരാജയം. ഈ പറഞ്ഞ പ്രാദേശിക പ്രശ്നങ്ങളുടെ കൂടെ വേറൊരു വലിയ ഭാരം കൂടി ഓരോരുത്തരുടെയും തലയിലുണ്ട്: വിലക്കയറ്റം. 5.9%. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, ഇത് നമ്മുടെയെല്ലാം പോക്കറ്റ് കാലിയാക്കുന്ന യാഥാർത്ഥ്യമാണ്. കടയിൽ പോകുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ, കുട്ടികളുടെ ഫീസ് അടയ്ക്കുമ്പോൾ എല്ലാത്തിനും വില കൂടുകയാണ്. അപ്പോ റോഡിലെ കുഴിയും പോക്കറ്റിലെ കാലിയാവലും ഒന്നിച്ചു വരുമ്പോ ജനങ്ങളുടെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഇനി ഇതിലും വലിയൊരു പ്രശ്നമുണ്ട്, നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യം. തൊഴിലില്ലായ്മ ഏകദേശം 30%. ഒന്നോർത്തു നോക്കൂ, പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്ത് ഒരു ജോലിക്കായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ. അവരുടെ സ്വപ്നങ്ങളാണ് ഇവിടെ തകരുന്നത്. വിലക്കയറ്റം ഇന്നത്തെ ദിവസത്തെ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ തൊഴിലില്ലായ്മ നാളെയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷയും ഇല്ലാതാക്കുകയാണ്. ഈ നിരാശ അത് രാഷ്ട്രീയത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റായി മാറും, തീർച്ച. ഓക്കെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നമ്പറുകളിലേക്ക് വരാം. 2021 ഇലക്ഷൻ കണക്കുകൾ. കാരണം കണക്കുകൾ കള്ളം പറയില്ല. ആ ജനവിധി ശരിക്കും നമ്മളോടെന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. 2021 വോട്ട് ഷെയർ നോക്കൂ. LDFന് 48%. അവർ ജയിച്ചു. UDFന് 32, NDAക്ക് 19. ഒറ്റനോട്ടത്തിൽ ഇതൊരു ശക്തമായ വിജയമായി തോന്നാം. പക്ഷേ ഒരു നിമിഷം, ആ UDF NDA വോട്ടുകളൊന്നു കൂട്ടി നോക്കൂ. 32 + 19, 51%. അതായത് മണ്ഡലത്തിലെ ഭൂരിപക്ഷം ആളുകളും നിലവിലെ ഭരണത്തിന് എതിരായാണ് വോട്ട് ചെയ്തത്. ആ വോട്ടുകൾ ഭിന്നിച്ചുപോയതുകൊണ്ട് മാത്രം സംഭവിച്ചൊരു വിജയമാണിത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാധ്യത. ഇനി നമുക്ക് നിലവിലെ MLAയുടെ ഒരു സ്വാട്ട് അനാലിസിസ് നോക്കാം. അദ്ദേഹത്തിന്റെ ശക്തി എന്താണ്? 2 ടേം MLA ആണ്, ശക്തമായ പാർട്ടി മെഷീനറിയുണ്ട്. ഓക്കെ, ഇനി ദൗർബല്യങ്ങളോ? അത് കുറച്ച് കൂടുതലാണ്. 1, ഓഫീസുമായി ബന്ധപ്പെട്ടുവന്ന അഴിമതി ആരോപണം. അത് പ്രതിച്ഛായയെ നന്നായി ബാധിച്ചിട്ടുണ്ട്. 2, നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളം, റോഡ് പ്രശ്നങ്ങൾ. വർഷങ്ങളായിട്ടും പരിഹാരമില്ല. പിന്നെ BJPയുടെ വളർച്ച, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതെല്ലാം അദ്ദേഹത്തിന് വലിയ തലവേദനയാണ്. ശരി,
കണക്കുകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ചില വിള്ളലുകൾ രൂപപ്പെടുന്നുണ്ട്, ഭൂകമ്പത്തിനു മുൻപുള്ള ചെറിയ പ്രകമ്പനങ്ങൾ പോലെ. ഈ വിള്ളലുകൾ തിരിച്ചറിയുന്നവർക്കാണ് അടുത്ത കളി ജയിക്കാൻ പറ്റുക. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇത്രയധികം അതൃപ്തി? പല കാരണങ്ങളുണ്ട്. 1. വെൽഫെയർ സ്കീമുകൾ മാത്രം പോരാ, ജോലി വേണം എന്ന് ചെറുപ്പക്കാര് ചിന്തിച്ചു തുടങ്ങി. 2. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നവരുടെ അവസ്ഥ. ജോലിയുമില്ല, കടവും. അവർ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. പിന്നെ ജാതിയുടെ പഴയ കണക്കുകളൊക്കെ മാറുന്നുണ്ട്. കാട്ടുപന്നിയുടെ ശല്യം, സഹിക്കാൻ വയ്യാത്ത കർഷകരുടെ ദേഷ്യം, പിന്നെ നമ്മൾ പറഞ്ഞ വിലക്കയറ്റം. ഇതെല്ലാം കൂടി ഭരണത്തിനെതിരായ ഒരു വികാരമുണ്ടാക്കുന്നുണ്ട്. അപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം. നമ്മുടേത് ഒരു ജനാധിപത്യമാണ്. ഇവിടെ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഓരോ പൗരന്റെയും സ്വകാര്യതയെയും അവരുടെ സമ്മതത്തെയും നമ്മൾ മാനിക്കണം. നിയമം അതനുശാസിക്കുന്നുണ്ട്. അതിലുപരി അതൊരടിസ്ഥാന മര്യാദയാണ്. ഇനി ഈ നമ്പറിലേക്ക് നോക്കൂ, 44,140. ഇത് 2021 കൊടുങ്ങല്ലൂരിൽ വോട്ട് ചെയ്യാൻ പോകാത്തവരുടെ എണ്ണമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഇത്രയും വലിയൊരു വിഭാഗം. ഇവർ ആർക്കെങ്കിലും എതിരായതുകൊണ്ടല്ല വോട്ട് ചെയ്യാത്തത്. ഒരു പക്ഷേ ഈ സിസ്റ്റത്തിൽ തന്നെ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കാം. എന്റെ ഒരു വോട്ടുകൊണ്ട് എന്ത് മാറാനാണ് എന്ന് ചിന്തിക്കുന്നവർ. ഇവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നിശബ്ദ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസം ആർക്ക് തിരിച്ചുപിടിക്കാൻ കഴിയുന്നോ, കൊടുങ്ങല്ലൂർ അവർക്ക് സ്വന്തമാകും. അടുത്ത തിരഞ്ഞെടുപ്പിന്റെ താക്കോൽ ഇവരുടെ കയ്യിലാണ്. ശരി, പ്രശ്നങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞു, കണക്കുകൾ കണ്ടു. ഇനി എന്തു ചെയ്യണം? അതാണ് ചോദ്യം. നഷ്ടപ്പെട്ട ആ വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഒരു വ്യക്തമായ പ്ലാൻ വേണം. വെറും വാഗ്ദാനങ്ങൾ പോരാ, ഒരു പുതിയ ഭരണത്തിന്റെ വിഷൻ വേണം. നമുക്കതിനെ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. ഒരു 4 മുഖങ്ങളുള്ള തന്ത്രം. ഒന്നാമത്തെ മുഖം, ശിവന്റെ രൗദ്രഭാവം, ആക്രമണം. പക്ഷേ വ്യക്തികളെയല്ല, ഭരണപരാജയങ്ങളെ. നിങ്ങൾ വെള്ളം തന്നില്ല, നിങ്ങൾ റോഡ് നന്നാക്കിയില്ല, നിങ്ങളുടെ ഓഫീസിൽ അഴിമതി ആരോപണം വന്നു. കണക്കുകൾ നിരത്തി വസ്തുതകൾ വെച്ച് ചോദ്യം ചെയ്യുക. നിലവിലെ ഭരണത്തെ പ്രതിരോധത്തിലാക്കുന്ന ശക്തമായ ഒരു നിലപാട്. രണ്ടാമത്തെ മുഖം, വിഷ്ണുവിന്റെ ശാന്തഭാവം, സ്ഥിരത. വിഭജനമല്ല, ഒരുമയാണ് വേണ്ടതെന്ന് പറയുക. സമാധാനപരമായ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണമാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതെന്ന് ഉറപ്പു നൽകുക. ജനങ്ങൾക്ക് വേണ്ടത് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യമാണ്. അത് ഞങ്ങൾ തരും. മൂന്നാമത്തെ മുഖം, ബ്രഹ്മാവിന്റെ സൃഷ്ടി, പുതിയ ആശയങ്ങൾ. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമെന്താണ്? ടെക് ഇൻക്യുബേറ്ററുകൾ, പുതിയ വ്യവസായങ്ങൾ, ടൂറിസം, ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന, പുതിയ തലമുറയ്ക്ക് അവസരം നൽകുന്ന ഒരു സാമ്പത്തിക പദ്ധതി മുന്നോട്ട് വയ്ക്കുക. വെറും വാക്കുകളല്ല, വ്യക്തമായ പ്ലാനുകൾ. നാലാമത്തെ മുഖം, ദുർഗയുടെ സംരക്ഷണം. സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ളവരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ്. കർഷകരെ, സ്ത്രീകളെ, പാവപ്പെട്ടവരെ. ഓരോ പൗരനും ഇവിടെ സുരക്ഷിതനായിരിക്കും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഭരണമെന്നാൽ സംരക്ഷണം കൂടിയാണ്. ഈ 4 മുഖങ്ങളുള്ള തന്ത്രം മാത്രം പോരാ. ജനങ്ങൾക്ക് കയ്യിൽ തൊടാൻ പറ്റുന്ന 3 ഉറപ്പുകൾ കൂടി വേണം. തിരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ല, ഗ്യാരണ്ടിയാണ്. 1. വാട്ടർ ഫസ്റ്റ്, വെള്ളമില്ലാത്ത വാർഡുകളിൽ ഉടൻ കുടിവെള്ള പദ്ധതി തുടങ്ങും. 2. റോഡ്സ് റിപ്പയർഡ്, 6 മാസത്തിനകം പ്രധാന റോഡുകൾ നന്നാക്കും. 3. കമ്മ്യൂണിറ്റി ഹബ്സ്, ഓരോ പഞ്ചായത്തിലും 1 വർഷത്തിനകം ഒരു പുതിയ ഹെൽത്ത് സെന്ററോ അല്ലെങ്കിൽ നവീകരിച്ച സ്കൂളോ ഉറപ്പ്. ഇത് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾക്കുള്ള നേരിട്ടുള്ള മറുപടിയാണ്. അപ്പോ ഈ തന്ത്രങ്ങളെല്ലാം എന്തിനാണ്? തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, അതിനപ്പുറമൊരു ലക്ഷ്യമുണ്ട്. തിരഞ്ഞെടുപ്പ് ഒരു വാതിൽ മാത്രമാണ്. അധികാരം നേടുക എന്നതല്ല യഥാർത്ഥ ലക്ഷ്യം. ഓരോ പൗരനും അവരുടെ അന്തസ്സ് തിരികെ നൽകുക, അതാണ്. എന്താണ് ഈ അന്തസ്സെന്ന് പറയുന്നത്? അത് വലിയ കാര്യങ്ങളൊന്നുമല്ല. ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നത് അന്തസ്സാണ്. കുണ്ടും കുഴിയുമില്ലാത്ത റോഡിലൂടെ യാത്ര ചെയ്യുന്നത് അന്തസ്സാണ്. നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നത് അന്തസ്സാണ്. ഒരു സർക്കാർ ഓഫീസിൽ ബഹുമാനത്തോടെയുള്ള ഒരു വാക്ക് കേൾക്കുന്നത് അന്തസ്സാണ്. ഈ അന്തസ് ഉറപ്പാക്കുന്ന ഒരു സേവനമാണ് ഭരണം. അങ്ങനെയൊരു രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തിൽ ഈ തത്വം എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. ഒരു ജനാധിപത്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഓരോ പൗരന്റെയും സ്വകാര്യത, അവരുടെ സമ്മതം, ഇവയെല്ലാം നിയമപരമായി മാത്രമല്ല ധാർമ്മികമായും നമ്മൾ സംരക്ഷിക്കണം. അത് ജനങ്ങളോടുള്ള ബഹുമാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഭാഗമാണ്. അപ്പോ ഞാനൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. രാഷ്ട്രീയത്തിലിറങ്ങുമ്പോൾ എന്താണ് അതിലെ യഥാർത്ഥ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്? അധികാരമാണോ?
പണമാണോ? അതോ നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കാൻ കഴിയുന്ന ഒരു ചെറിയ നല്ല മാറ്റമാണോ? ചിന്തിക്കുക. ഒരു ജനകീയ നേതാവാകാനും നിങ്ങളുടെ നിയോജകമണ്ഡലത്തെ ഉയർത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 080420411602 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.